ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു സിനിമ കാണാൻ പോയി ആ ഒരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് രാത്രിയിൽ സിനിമ കാണാൻ പോകും. നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് കാണാൻ പോയ പടം ബൾട്ടി എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. രാത്രി 9:30-ക്കായിരുന്നു സിനിമ. അപ്പോൾ നമ്മുടെ ഒല്ലൂരുള്ള ഫണ്ണിലായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്. നല്ല പടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. കുഴപ്പമുണ്ടായിരുന്നില്ല, യൂത്തിനൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെട്ടും കുത്തും അതുപോലെ യൂത്തിൻ്റെ പടമാണ്. പക്ഷേ വലിയവർക്ക് കുറച്ച് തമാശയും അല്ലെങ്കിൽ ഒരു കഥയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പടമല്ല. എന്നിരുന്നാലും കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്, ഒരു ത്രില്ലർ മൂവിയാണ്. അപ്പം നമ്മളിതേ ഫണ്ണിലേക്ക് വന്നു, കാറൊക്കെ പാർക്ക് ചെയ്തു, ഇതേ ഫൺ സിറ്റി ഫണ്ണിൽ കയറുകയാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ സിനിമയ്ക്ക് പോണ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എന്നിരുന്നാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു സിനിമ, ഒരു കബഡിയുമായി ബന്ധപ്പെട്ടൊരു സിനിമ കണ്ടത് നന്നായി. കാരണം ഈ കബഡിയെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അതല്ലാത്തവർക്ക് ഈ ഒരു യൂത്തിൻ്റെ ഒരു ത്രില്ലർ മൂവി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇഷ്ടപ്പെടുക. അത് കഴിഞ്ഞ ഇൻ്റർവെല്ലിന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞു നമ്മളിങ്ങനെ തിയേറ്ററിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളധികം ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ അവസാന ഭാഗമാണ്. അത് കഴിഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു സിനിമയ്ക്ക്. പുതിയ പടമായതുകൊണ്ട് തന്നെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞത് ഇറങ്ങി. പോളാട്ടിനെ ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഉറക്കമൊക്കെ വന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂത്തിൻ്റെ പടമാണല്ലോ, പിന്നെ തമാശയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിറയെ ചോര മാത്രമാണ് ആ സിനിമയിലുണ്ടായിരുന്നത്. കാരണം വെട്ടും കൊലയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം കേട്ടോ. കുഴപ്പമില്ല, നല്ല പടമാണ്. ഒരുവിധം മെച്ചപ്പെട്ട പടം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് പോയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.